താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ദൈവത വർജ്യരാഗം ഏതാണ്? കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ദൈവത വർജ്യരാഗം. നമ്മൾ നോക്കുക, വർജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ദൈവത വർജ്യം. ദൈവതം എന്ന് പറഞ്ഞാൽ എന്താണ്? ദായാണ് അല്ലേ, ഒരു സ്വരമാണ്. ആ സ്വരം, ദൈവതം എന്ന് പറയുന്ന സ്വരം വരാത്ത രാഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ രാഗങ്ങളുടെ ആരോഹണം അവരോഹണം പരിശോധിക്കുകയാണെങ്കിൽ ഹംസുധ്വനി എന്ന രാഗം നിങ്ങൾ നോക്കുക. ആരോഹണം സ രി ഗ പ നീ സ അല്ലേ, ദാ ഇല്ല. അതുപോലെ അവരോഹണം സ നീ പ ഗ രി സ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഹംസുധ്വനിയാണ്. അപ്പോൾ നമുക്കറിയാം രാഗലക്ഷണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് രാഗലക്ഷണങ്ങൾ പഠിക്കാനുണ്ട് രാഗങ്ങളുടെ. അതിലൊന്നാണ് ഈ ഹംസുധ്വനി. അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ശരിയായ ഉത്തരം ചെറിയ സമയം കൊണ്ട് തന്നെ അത് കണ്ടെത്തി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ശരിയായ ഉത്തരം ഹംസുധ്വനി എന്നതാണ്. അപ്പോൾ നമ്മുടെ സംഗീതാധ്യാന മന്ത്രയിൽ നമുക്ക് കേട്ടറ്റിൻ്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേട്ടറ്റിന് സിസ്റ്റമാറ്റിക്കായിട്ടൊരു ക്ലാസ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും സംഗീതാധ്യാന മന്ത്രിയിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്ന ഒരു മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്.